കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ കൊലക്കേസ് പ്രതി വിനീഷ് ഇതര സംസ്ഥാനത്തേക്ക് കടന്നുവെന്ന് സൂചന. നഗരത്തിലെ CCTV-യിൽ നിന്നും വിനീഷിന്റെ അവ്യക്ത രൂപം കണ്ടെത്തിയതോടെയാണ് അന്വേഷണം ഇതര സംസ്ഥാനത്തിലേക്ക് വ്യാപിപ്പിച്ചത്. അതേസമയം 10 ദിവസം പിന്നിട്ടിട്ടും കൊലക്കേസ് പ്രതിയെ കണ്ടെത്താനാകാത്തതിൽ പോലീസിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. നഗരത്തിലെ CCTV-യിൽ നിന്നും വിനീഷിന്റെ അവ്യക്തമായ രൂപം കണ്ടെത്തിയതോടെയാണ് ഇതര സംസ്ഥാനങ്ങളിലേക്കുൾപ്പെടെ അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചത്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നഗരത്തിലെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെ CCTV-കൾ പരിശോധിച്ചെങ്കിലും യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ വിനീഷ് രക്ഷപ്പെട്ടത് ദീർഘദൂര ചരക്ക് ലോറിയിൽ ആകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ചാടിപ്പോയി 10 ദിവസം കഴിഞ്ഞതിനാൽ ഏറെ ദൂരം താണ്ടാനാണ് സാധ്യത. 2022-ൽ ആദ്യമായി കുതിരവട്ടത്തു നിന്നും രക്ഷപ്പെട്ടപ്പോൾ മംഗലാപുരത്തു നിന്നാണ് ഇയാൾ പിടിയിലായത്. അതിനാൽ തന്നെ പ്രധാനമായും കർണാടക കേന്ദ്രീകരിച്ചും ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 29 രാത്രിയോടെയാണ് വിനീഷ് സെല്ലിലെ ശുചിമുറിയുടെ ഭിത്തി തുറന്ന് രക്ഷപ്പെട്ടത്. ചായ കുടിക്കാൻ നൽകിയ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കി ഇയാൾ രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യയെ 2021 ജൂൺ 17-നാണ് വിനീഷ് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ വിചാരണ തടവുകാരനായി കഴിയവെ 2ാം തവണയാണ് മാനസികാസ്വാസ്ഥ്യത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നത്. ജനം, കോഴിക്കോട്.